ഇത് പകർത്തിയ വ്യക്തി തമിഴ്നാട് സ്വദേശി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു അശ്രദ്ധ പിടിച്ച അങ്ങേയറ്റം ഒരുപക്ഷെ വളരെ വല്ലാത്തൊരു ഡ്രൈവിംഗ് സംബന്ധിച്ച് ദൃശ്യം കാണാനിടയായത്? ഈ യാത്ര എവിടെ നിന്നാണ് തുടങ്ങിയത്, എവിടെ നിന്നാണ് താങ്കളുടെ കണ്ണിൽപ്പെട്ടതും പിന്നീടുള്ള യാത്രകൾ എത്രത്തോളം കണ്ടിരിക്കുന്ന നമ്മെ വരെ വല്ലാത്തൊരു ഞെട്ടലാണ് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്? എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അതെ അതെ, തീർച്ചയായിട്ടും. ഞാൻ ഏകദേശം ഒരു മരണച്ചടങ്ങ്, അതായത് ആറ്റുകാൽ ഭാഗത്ത് ഒരു മരണച്ചടങ്ങ് പങ്കെടുത്തിട്ട് ബൈപ്പാസ് വഴി എന്റെ വീട് നേരെ കളിയിക്കവളയാണ്. അപ്പോൾ അതുവഴി ബൈപ്പാസ് വന്നപ്പോൾ കോവളത്തിൽ സിഗ്നൽ ഉണ്ട്. കോവളം നിർത്തിയിട്ട് രണ്ടാമത് വണ്ടി എടുത്തപ്പോൾ മുക്കോല ഏകദേശം പാലത്തിന്റെ അടി എത്തിയപ്പോൾ എന്റെ വണ്ടിയിൽ നിന്ന് ഓവർടേക്ക് ചെയ്തിട്ടാണ് ഈ രണ്ടുപേരും കയറിയത്. കാരണം എന്റെ വണ്ടി തട്ടിനോക്ക് അങ്ങനെ ഫ്രണ്ടിൽ കയറിയത്. അപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടത് കുഞ്ഞാണ് വണ്ടി ഓടിക്കുന്നത്. അതായത് വളരെ ഹൈ, എന്റെ വണ്ടി ആണെങ്കിൽ ഒരു 60-70 കിലോമീറ്റർ സ്പീഡാണ്. ഇത് അതിന്റെ അപ്പുറമാണ് ഈ വണ്ടി പോകുന്നത്. അതായത് റോഡിന്റെ വലതും ഇടതും ചരിഞ്ഞ. പിന്നെ ഞാൻ കുറച്ച് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാണ് ഞാൻ ഇതിനെ ഷൂട്ട് ചെയ്തത്. അപ്പൊ എനിക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സാവ് മോൻ എടുത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ മോൻ എടുത്ത് എടുക്കാൻ പറയും. അങ്ങനെയാണ് മോൻ എടുത്തത്. കാരണം വളരെ അപകടം. 2-3 പ്രാവശ്യം ഈ വലതുവശത്തുള്ള വണ്ടിയോ തട്ടാൻ വേണ്ടി പോയി. അപ്പൊ വളരെ ഒരു പേടി പിടിച്ച സ്വപ്നമായിരുന്നു. ഏകദേശം ഈ കളിയിക്കവൾ, അതായത് നമ്മൾ ഈ ബോർഡർ തീരുന്നത് കാരോടാണ്. കാരോട് എത്തുന്നവരെ ഈ കുട്ടി ഉണ്ടായിരുന്നു. ഈ അച്ഛനും മോനും കുട്ടി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അത് പ്രാക്ടീസ് കൊടുക്കണമെന്ന് തോന്നുന്നു. എനിക്ക് പിന്നെ ബാക്കി ഞാൻ കണ്ടില്ല. ഞാൻ പിന്നെ ഡൈവേർട്ട് ചെയ്ത് കയറി മുകളിലോട്ട് കയറി പോയി. ഇവർ അടിയിൽ കൂടെ പോയി. പിന്നെ അത് യൂ ടേൺ അടിച്ച് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അച്ഛനും മോനും ആണോ നമുക്ക് സ്ഥിരീകരിക്കാറായിട്ടില്ലെങ്കിൽ ആരാണെന്ന് അറിയില്ല. കാണുമ്പോൾ സുഹൃത്തെ കാണുമ്പോൾ വല്ലാത്തൊരു ആരെയും, കാരണം നമ്മൾ ഒന്ന് നോക്കൂ, എല്ലാ നിയമങ്ങളും ഹെൽമെറ്റ് ഉപയോഗിച്ചിട്ടില്ല. ആ കുഞ്ഞിന് ഹെൽമെറ്റ് അല്ലെ ഒരു 3 വയസ്സും കണ്ട് 3-4 ഏറിയാൽ 4 വയസ്സ് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും രീതിയിൽ, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും വാഹനം ഓടുന്ന സമയമാണ്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് പറ്റിയാലല്ലേ ചിന്തിച്ചു. അതെ, ഒരു വണ്ടിക്കും ഇവർ സൈഡ് കൊടുക്കുന്നില്ല. കാരണം ഈ കുഞ്ഞിന്റെ നിയന്ത്രണം മൊത്തം കുഞ്ഞിന്റെ 2 കൈയിലാണ്. അച്ഛൻ 2 കൈയും വിട്ടാ നിൽക്കുന്നത്. അവസാനം ഈ ബോഡി ലാംഗ്വേജ് വെച്ചാണ് അവർ വണ്ടി വളയ്ക്കുന്നത്. അങ്ങനെയാണ് ഈ നടുറോട്ടും ഇടതും കയറി ഇവർ പോകുന്നത്. അങ്ങനെ അതായത് 2 തവണ ബ്ലാന്തി പോകുന്നുണ്ടല്ലേ? ഔട്ട് ഓഫ് സ്പോട്ടിൽ പോകുന്നുണ്ട്. പുള്ളി ഉടനെ കൺട്രോൾ എടുക്കുന്നുണ്ട്, തിരിച്ച് അതേപോലെ എടുക്കുന്നുണ്ട്. അങ്ങനെയാണ് പോകുന്നത്. ഈ മറ്റു വാഹനങ്ങളൊക്കെ നല്ല തിരക്കുള്ള സമയമായിരിക്കണം. വണ്ടി കേൾക്കാമോ സുഹൃത്തെ? ഹലോ, പറയും. അതായത് ദേശീയപാത കൂടി ആകുമ്പോൾ നല്ല സ്പീഡിലായിരിക്കുമല്ലോ വാഹനങ്ങൾ വരുന്നത്. അപ്പോൾ ഇത്രയും തിരക്കേറിയ, ഇത്രയും സ്പീഡ് കൂടിയ റോഡിലാണ് ഈ സാഹസിക എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കാമായിരുന്നു അല്ലെ? എന്ത് സംഭവിക്കും സാറേ? ഈ കാഞ്ഞിരകുളം ഭാഗത്ത് റോഡിന്റെ ഒരു സിഗ്നൽ പോലും ഇല്ല, ഒരു ക്യാമറ പോലും നമുക്കില്ല. അവിടെ എന്ത് വേണം? അവിടെ ഈ മത്സരം വൈകുന്നേരം ഒരു 6 മണിക്ക് ഇത് തന്നെ പരിപാടി. ഇവിടെ വണ്ടിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഓട്ടവും ഇതൊക്കെ തന്നെ. നിയന്ത്രിക്കാൻ ആരുമില്ല സാറേ അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം കുഞ്ഞിനെ വെച്ചാണ് നമുക്ക്, കാരണം ആ കുഞ്ഞ് പിഞ്ചു ആ കുഞ്ഞെങ്ങനെയാണ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ആ കുഞ്ഞ് തന്നെയാണ് ഈ ഹാൻഡിൽ കൈകാര്യം ചെയ്യുന്നല്ലേ? കൈകാര്യം ചെയ്യുന്നു. അതെ, കൈകാര്യം ചെയ്ത പൂർണ്ണമായിട്ടും നിയന്ത്രണം മൊത്തം കുഞ്ഞിന്റെ കയ്യിൽ. അച്ഛന്റെ കയ്യിൽ ഒന്നുമില്ല. അച്ഛന്റെ കയ്യിൽ ബ്രേക്ക് മാത്രം ഉള്ളതാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയെല്ലാം ഫ്രണ്ട് ബ്രേക്ക് എല്ലാം കുഞ്ഞിന്റെ കയ്യിലായിരിക്കുന്നത്. അതായത് ഈ പോകുന്ന ആളുകൾ അവരൊക്കെ വല്ലാത്ത ഞെട്ടലായിരിക്കുമല്ലോ പോകുന്നത്. അവരും അതെ, കാറുകളൊക്കെ മുൻപോട്ട് പോകുന്ന കാറുകളൊക്കെ ഒതുക്കിയാ കൊണ്ടുപോകുന്നത്. കാരണം തട്ടാതിരിക്കാൻ വേണ്ടി അവർ ഹോൺ അടിക്കുന്നു. ഇപ്പോൾ അവർ ഒതുങ്ങുന്നില്ല. അങ്ങനെ അവർ പിന്നെ 2 കൽപ്പിച്ച് ഓവർടേക്ക് ചെയ്ത് പോകുന്നു. ഇങ്ങനെയൊക്കെയാണ് സാർ നടക്കുന്നത്. ഇങ്ങനെ നടന്നത്. എനിക്കിപ്പോൾ കാണുമ്പോൾ തോന്നുന്നു ഇത് ആദ്യമായിട്ടല്ല. ഈ വ്യക്തി നേരത്തെയും ഇങ്ങനെ ഇതുവഴി യാത്ര ചെയ്തിരിക്കണം അല്ലേ? കാരണം അതെ, ഈ കുഞ്ഞിനെ വെച്ച്, കാരണം ഒരു ആദ്യത്തെ പോക്കല്ലായിരിക്കണം ഇത്. അതെ, ആദ്യത്തെ പോക്കല്ല. കാണുമ്പോൾ നമുക്കൊരു പ്രാക്ടീസ് കൊടുക്കുകയാണ്, കുട്ടിക്ക് പ്രാക്ടീസ് കൊടുക്കണം. ആദ്യത്തെ പോക്കല്ലേ ഇത്. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വരെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു, പിന്തുടരാൻ കഴിഞ്ഞു? ഞാൻ മുക്കോല അണ്ടർപാസ് തൊട്ട് ഞാൻ ഏകദേശം കാരോട്, ഈ റോഡ് തീരുന്ന കാരോട് വരെ ഞാൻ കണ്ടായിരുന്നു. ഏകദേശം തീർന്നു. പിന്നെ ഞാൻ പിന്നെ ഓവർടേക്കിൽ മുകളിലോട്ട് കയറി പോയി. നമുക്ക് പിന്നെ അങ്ങോട്ട് റോഡില്ല. ഞാൻ മുകളിൽ പോയി ഫ്ലൈ ഓവർ കയറി ഞാൻ അങ്ങ് പോയി. അപ്പൊ ഇവര് അങ്ങ് ഏകദേശം ഇനി വന്നു. തമിഴ്നാട് ബോർഡർ കഴിഞ്ഞ് ഇനി വന്നു. തമിഴ്നാട് ബോർഡർ വരെ എത്തി. എന്തായാലും ആ ദൃശ്യങ്ങൾ പകർത്തിയത് അങ്ങേക്ക് നന്ദി പറയാണ്. കാരണം ഇതുവഴി എന്റെ ദൃശ്യം പകർത്തിയത് മകനാണ്, ഞാനല്ല പകർത്തിയത്, മകനാണ്. മകനൊരു നന്ദി അറിയിക്കും. കാരണം ഇത് പൊതുജനങ്ങളുടെ മുന്നിലേക്ക് എത്തണം, ഇതിന് നടപടി ഉണ്ടാകണം.